101 രൂപയായിട്ടുണ്ട്. അതിൽ 45 രൂപയാണ് ഈ ഓർഡറിന് മുകളിൽ കിട്ടി. ഈ ഓർഡറിന് മുകളിൽ ഓടിയിട്ടുള്ള ആകെ 2 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ഈ ഒരു 2 കിലോമീറ്ററിന് വേണ്ടിയിട്ടാണ് എനിക്ക് 45 രൂപ കമ്പനി തന്നിട്ടുള്ളത്. അപ്പോൾ അവസാനത്തെ 2 ഒരെണ്ണം കിട്ടിയത് 45 രൂപ വെച്ചിട്ടാണ് കിട്ടിയത്. 45 രൂപ കിട്ടി. ഞാൻ ആകെ ഓടിയത് 2 കിലോമീറ്റർ മാത്രമാണ് ഓടിയത്. കാണിച്ചു തരാം. 2 കിലോമീറ്റർ അടുത്തുണ്ടാവുള്ളൂ. 1.2 കിലോമീറ്റർ 1.2 കിലോമീറ്റർ ഓടിയാണ് എനിക്ക് 45 രൂപ കിട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ അടുത്ത ഓർഡർ നോക്കുന്ന സമയത്ത് 2 കിലോമീറ്റർ ഓടിയാണ് എനിക്ക് 45 രൂപ കിട്ടി. അപ്പോൾ ആദ്യത്തെ ഓർഡറിന് എനിക്ക് 1.2 കിലോമീറ്റർ 45 രൂപ, രണ്ടാമത്തെ ഓർഡർ 2 കിലോമീറ്റർ ഓടിയാണ് 45 രൂപ. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വേറൊരു ഓർഡർ നോക്കാം. വാട്സാപ്പ് യൂട്യൂബ് അങ്ങനെ ചെന്നൈ സീരീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് സ്പെഷ്യൽ ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ഒരു ഓർഡർ നമുക്ക് എക്സ്ട്രാ ബോണസ് കിട്ടുമെന്നൊക്കെ പറയില്ല, അതേപോലെ ഇന്നിപ്പോൾ ബോണസ് ഉണ്ട്. ഒരു ഓർഡറിന് ഇവിടെ മിനിമം ചാർജ് വരുന്നത് ഇപ്പോൾ 45 രൂപയാണ് മിനിമം ചാർജ് വരുന്നത്. അതായത് 25 രൂപ നമ്മുടെ ബോണസും അതേപോലെ തന്നെ 20 രൂപ മിനിമം ചാർജ് എല്ലാം കൂടെ വെച്ച് 45 രൂപയാണ് ഏറ്റവും മിനിമം ചാർജ് വരുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ഫസ്റ്റ് ഓർഡർ ഇട്ടുണ്ട്. ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം ഒരു ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഓണാക്കി ഒരു 5 മിനിറ്റ് ആയപ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് ഓർഡറും കാര്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കിട്ടിയപ്പോൾ എനിക്ക് എത്ര 55 രൂപ എങ്ങനെന്താണെന്ന് തോന്നുന്നു എൻ്റെ ഏണിങ്സ് ആയിട്ട് കാണിച്ചിട്ടുള്ളത്. ഞാൻ ശ്രദ്ധിച്ചില്ല, പെട്ടെന്ന് കൺഫേം ചെയ്ത് ഒന്നാണ്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഓർഡർ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് ഓർഡർ ഇട്ടാൽ വേണ്ടി ഇനി ഓർഡർ എടുക്കാൻ വേണ്ടി ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓർഡറെങ്കിൽ വന്നിട്ടുള്ളത് ലസ്സി ഷോപ്പ് അങ്ങനെ എന്തോ ഒരു ഹോട്ടലാണ്. എന്തോന്നാണ് ഇതാ ലസ്സി കോർണർ. ഓക്കെ, ലസ്സി ഗേറ്റ് ക്ലോസ് അല്ല വേമ്പോ. ഇവിടെ ഇപ്പോൾ ഒരു ഗേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര പ്രശ്നം കേട്ടോ. അതായത് നമ്മൾ പോകുമ്പോൾ തിരക്കിട്ട് പോകുമ്പോഴേക്കും ഗേറ്റ് ക്ലോസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് സെറ്റാണ്. ഇവിടെ തന്നെ പോസ്റ്റ് എടുത്ത് നിൽക്കേണ്ടി വരും. ഇപ്പോൾ ഒരു ഗേറ്റിൻ്റെ പ്രശ്നം മാത്രമേ ഇപ്പം കാണുന്നുള്ളൂ മെയിനായിട്ട്. ഇപ്പോൾ ഇവിടെ കസ്റ്റമറല്ല റെസ്റ്റോറൻറ്റിൽ ഏതാ എത്തിയിട്ടുണ്ട്. ഇവിടെ എവിടെയാണ് കാട്ടുന്നത് നോക്കാം. ടേൺ റൈറ്റ്. ഇവിടെ ഇന്ന് തമിഴിൽ കുറേ എഴുതി വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നില്ല. അതാണോ ലസ്സി ഷോപ്പും ലസ്സി കോർണർ? കിട്ടി. എല്ലാ വീടും മറന്നു റീച്ച് കൊടുക്കുക. സെൽഫി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കേണ്ടത് ആശം. അങ്ങനെ സെൽഫിയും കാര്യങ്ങളും ഫുള്ള് അയച്ചു കൊടുത്തിട്ടുണ്ട്. 7708 7008 7. ഓക്കെ, അപ്പം എൻ്റെ ഫസ്റ്റ് ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഓർഡർ വരുന്നത് 7708. ചാന്ദിനി ചൗക്ക് സ്പെഷ്യൽ ഫലൂഡ ബട്ടർ സ്കോച്ച് ഐസ്ക്രീം മിൽക്ക് ഷേക്ക്. ചൂടത്തൊക്കെ ഐസ്ക്രീം കൊണ്ട് ഇതൊക്കെ കാണുമ്പോഴാണ് പണിയും നിർത്തിയിട്ട് വല്ല ഐസ്ക്രീമും കയറിയിട്ട് പാർലർ കയറിയിട്ട് 2 ഐസ്ക്രീം കഴിക്കാൻ തോന്നുന്നത്. ഐസ്ക്രീം കഴിച്ചുമ്പോൾ പൈസ അതാണ് വേറെ കാര്യം. വെരിഫൈ ഓർഡർ. ഇപ്പോൾ നേരെ എനിക്ക് മഹേന്ദ്ര നോവ അപ്പാർട്ട്മെൻറ്റ് 3 കിലോമീറ്റർ. അപ്പോൾ എനിക്കൊന്ന് പെട്രോൾ അടിക്കണം. ആദ്യം പെട്രോൾ അടിക്കണം. അങ്ങനെ ഫസ്റ്റ് ഓർഡറും പിക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നേരെ എനിക്ക് പോകേണ്ടത് മഹേന്ദ്ര സീറ്റിൻ്റെ ഉള്ളോട്ടോ, ബാക്കോട്ട് കേട്ടോ. അപ്പം അങ്ങോട്ട് പോയിരുന്ന കിഷോർ പറഞ്ഞ പുള്ളിക്കാരനാണ് കസ്റ്റമറാണ് ഫുഡ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ നഷ്ടക്കച്ചവടമായാലോ. എനിക്കൊന്ന് ഇനി പെട്രോൾ അടിക്കണം കേട്ടോ. പെട്രോൾ കുറവാണ്. 3-4 ദിവസമായി വണ്ടി റിസർവ് തന്നെ ഓടുന്നു. ഇനി പെട്രോൾ അടിച്ചില്ല മറ്റേ ഈ വെയിലത്ത് തള്ളിക്കൊണ്ട് പോകേണ്ടി വരും. എനിക്കാവൂല. ഒന്നത് വെയിലെടുത്ത് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ക്ഷീണിക്കും. അതൊരു വെയിലാണ്. എവിടാണ് இங்கே பார்க்குதோ பின்னாடி கிடையாது, ஃப்ரண்ட் வியூ மட்டும்தான். ഓക്കെ, അപ്പോൾ പെട്രോളും കാര്യങ്ങളൊക്കെ അടിച്ച് ഓൾ സെറ്റ്. ഇനിയിപ്പം പോവാം.
ഇവിടെ ഇപ്പോൾ പെട്രോളിന് 101 രൂപ, 101 സംതിങ് ആണ് കേട്ടോ. ഇപ്പോൾ തെരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ വന്നല്ലോ, അതിനുകൊണ്ട് കേന്ദ്ര സർക്കാർ 2 രൂപ കുറച്ചു. അതിനുകൊണ്ട് ഇവിടെ ഇപ്പോൾ 101 രൂപ. വലിയ തെരഞ്ഞെടുപ്പ് ഉള്ളപ്പോൾ മാത്രം ഇങ്ങനെ ഓരോ കുറയ്ക്കൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരു സാധനം കഴിഞ്ഞാൽ പിന്നെയും തുടങ്ങും ഓരോ വിലക്കയറ്റം പറഞ്ഞാൽ അത് ഇതെന്ന് പറഞ്ഞിട്ട്. പിന്നെ 100 72 74 ആ ടൈമിൽ നിന്ന് എങ്ങനെ കയറിയിട്ട് ഇപ്പോൾ വന്നൊന്ന് ലാസ്റ്റ് 110 വരെ എത്തിന്. 110 കഴിഞ്ഞ് വഴി എത്തിയേണ്ട ഒരു സൗണ്ട് വന്നു. ഇല്ല റെഡിയാ. അപ്പോൾ 110 എത്തിയിട്ട് ഏത് 74 എങ്ങനെ കയറി 110 എത്തി. എങ്ങോട്ടാ അതൊക്കെ പോകുന്നത്, എന്താ അവിടെ നടക്കുന്നേ, എന്താ ആ അവസ്ഥ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ എനിക്ക് പോകാനുള്ളത് 2.6 കിലോമീറ്ററും കൂടെ പോവാം. നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധം എല്ലാ റോഡിലും ഇതായിക്കട്ടെ അവസ്ഥ. ഫുള്ള് പശുക്കൾ, കാളകൾ, അങ്ങനത്തെ ഓരോ കന്നുകാലികളൊക്കെ ഈ റോഡ് ഫുള്ള് കൈകാര്യം ചെയ്യുന്നത്. കേരളത്തിൽ എങ്ങനെ കണ്ടിട്ടില്ല, പക്ഷെ കേരളത്തിന് പുറത്താണ് ഈ ഇങ്ങനെ കാണുന്നത്. ഇതിപ്പോൾ പറയുകയാണെങ്കിൽ ഇതിപ്പോൾ മെയിൻ സിറ്റിയാണ്. മഹേന്ദ്ര സിറ്റി പറഞ്ഞാൽ കമ്പനികളുടെ അപ്പാർട്ട്മെൻറ്റ് ഫുള്ള് നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഇതാണ് അവസ്ഥ. കുറച്ച് ഉള്ളോട്ടൊക്കെ എന്തൊക്കെയാണ് അവസ്ഥ, കേരളത്തിൽ അധികം കണ്ടിട്ടില്ല ഞാൻ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് പറഞ്ഞ ഏകദേശം പോകാനുള്ളത് എവിടെ കാണുന്നില്ലല്ലോ. ഓ അത്തൊക്കെ തിന്നാൻ തോന്നുന്നു. പോവാ. ഞാൻ ഇപ്പോൾ ഇവിടെ ഫ്ലാറ്റിന് ഏകദേശം എത്തിയിട്ടുണ്ട്. മഹേന്ദ്ര വേൾഡ് സിറ്റി ചെന്നൈ. എവിടെ ഡി ബ്ലോക്ക് നോവ അപ്പാർട്ട്മെൻറ്റ് തന്നെ. ഇപ്പോൾ ഇവിടെ ഇനി സെക്കൻഡ് പോയി പറയേണ്ടി വരുമോ? നോവ അപ്പാർട്ട്മെൻറ്റ് വിസിറ്റേഴ്സ് പാർക്കിങ്. നമ്മുടെ വണ്ടി വെച്ചിട്ട് നമ്മുടെ വണ്ടി കയ്യതിന് ബൈക്ക് വെക്കാൻ കയ്യല്ലേ. അമ്മേ ഇങ്ങോട്ട് വരുമ്പോൾ സീനായിരിക്കുമല്ലോ. ഇയാൾ ചൂടാണെന്തിനാ? അല്ല ഇവിടുത്തെ സെക്യൂരിറ്റി ചേട്ടന്മാരൊക്കെ ഫുള്ള് ചൂടന്മാരാന്ന് തോന്നുന്നു. ആ ഓക്കെ, ആ ഹെൽമെറ്റ് വരാണോ പറയുന്നേ? ആ ഓക്കെ ഇത് ക്യാമറ വീഡിയോക്ക് ഫുൾ വ്യൂ തരും. ഇത് യൂട്യൂബ് പണ്ണതുക്ക് യൂട്യൂബ് വീഡിയോ പണ്ണതുക്ക്. അപ്പോൾ പൈസ എൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓർഡർ എനിക്ക് കിട്ടിയിട്ടുള്ളൂ 56 രൂപയാണ് ടോട്ടൽ എനിക്ക് വന്നിട്ടുള്ളത്. കാണേണ്ട വല്ല സ്ക്രീൻഷോട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ 56 രൂപയാണ് ഫസ്റ്റ് ഓർഡർ എനിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നോക്കുന്ന സമയത്ത് എനിക്ക് 31 രൂപയാണ് എൻ്റെ ഓർഡർ ഏണിങ്സ് വന്നിട്ടുള്ളത്. 31 രൂപ കഴിഞ്ഞ് പിന്നെ 25 രൂപയാണ് എൻ്റെ ബോണസ്. ഞാൻ വീഡിയോ തുടങ്ങി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോണസ് ഉണ്ട്, അതായത് സർജ് ബോണസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ എമൗണ്ടാണ് 25 രൂപയും പിന്നെ 31 രൂപ എല്ലാം കൂടെ 50 രൂപയാണ് എൻ്റെ ഓർഡർ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നൈസിൽ വന്ന് മെയിൻ ഗേറ്റിൻ്റെ അവിടെ പോയൊക്കെ അവർക്കിന് ഓർഡർ കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ ഗൈസ് എനിക്ക് രണ്ടാമത്തെ ഓർഡർ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഓർഡർ ഫസോ സ്വാപ്പ് ആൻഡ് റാപ്സ് ആൻഡ് റോൾസ് ആൻഡ് ഷവർമാസ് എന്നാണ് ഫുഡ് എടുക്കേണ്ടത്. എടുത്തിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മളെ റൂമിൻ്റെ ഭാഗത്തേക്ക് തന്നെയാണ് എനിക്ക് ഓർഡർ കിട്ടിയത്. അപ്പോൾ ഞാൻ അപ്പോൾ വിചാരിക്കുന്നത് ഇതിപ്പോൾ കൊടുത്തിട്ട് ഇപ്പോൾ സമയം 1:30 ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിപ്പോൾ കൊടുത്തിട്ട് നിർത്തിയാലോ എന്നൊരു പ്ലാൻ ഉണ്ട്. കാരണം റൂമിൻ്റെ ഭാഗത്തേക്ക് തന്നെയാണ് കിട്ടിയത്. 1:30 ഇപ്പോൾ കൊടുക്കുമ്പോൾ എന്തായാലും 2 മണിയൊക്കെ ആവും അവിടെ ഫുഡ് അങ്ങനെ കിട്ടാൻ. ചിലപ്പോൾ ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നോക്കാം, നമുക്ക് എക്കാൻ വഴിയെ വരുന്നവർക്ക് വെച്ച് കാണാം, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇനി ഓർഡർ എടുക്കാൻ വേണ്ടി ആദ്യം പോവാം നമുക്ക്. ഫുഡ് റെഡി. അതിൻ്റെ അലാറം വന്നിട്ടുണ്ട് കേട്ടോ. കുണകുണയും പറഞ്ഞിട്ട് അലാറം വന്നിട്ടുണ്ട്.
ഫുഡ് റെഡി അപ്പോൾ ലേറ്റ് ആവുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്കൊരു ഓർഡറും കൂടെ എടുക്കാം. കാരണം അപ്പോൾ 3 മണി വരെ ഇന്ന് സർജ് ബോണസ് ഉണ്ട്. അതായത് 45 രൂപ മിനിമം ഒരു ഓർഡർ നമുക്ക് കിട്ടും 3 മണി വരെ. പിന്നെ നമുക്ക് 6 മണിക്ക് ശേഷമാണ് അടുത്ത ബോണസ് വരുന്നത്. 6 മണി തൊട്ടിട്ട് 11 മണി വരെ അതൊരു ഓർഡറിന് 15 രൂപ എക്സ്ട്രാ ബോണസ് ഇടും. അപ്പോൾ 15 20 കൂടെ കൂട്ടും 35 രൂപയാണ് വൈകുന്നേരം കിട്ടുക. ഇതിപ്പോൾ നമുക്ക് 3 മണി വരെ 45 രൂപ ഒരു എക്സ്ട്രാ ബോണസ് ആയിട്ട് കിട്ടും. ഫുഡ് റെഡി ആയിട്ടുണ്ട്, പോവാം. ചലോ ഉണ്ട്. ഇതാണ് സംഭവം. മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു ഷോപ്പിൽ തന്നെ 10 രൂപ ഷോപ്പിൻ്റെ ID വെച്ച് ഫുഡ് കൊടുക്കുന്ന സ്ഥലം. എനിക്കൊന്ന് ഫ്രാഞ്ചൈസി അങ്ങനെ നമുക്ക് എടുത്തിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവും എന്തായാലും. അറിയില്ല എന്താ പാടുന്ന്. അപ്പോൾ എന്തായാലും എൻ്റെ ഫുഡ് റെഡി. ഫുഡ് റെഡി ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്താക്കണം, ആദ്യം ഫുഡ് റീച്ച്ഡ് ലൊക്കേഷൻ കൊടുക്കണം. ഫുഡ് റെഡി ആയിട്ടുണ്ട്. ആ ഫുഡ് റെഡി ഈ വണ്ടി ഓടിക്കുന്ന ടൈമിൽ എനിക്കിത് അലാറം പോലെ വന്നിട്ട് നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു. ഇങ്ങനെ കുണുങ്ങുണി പറഞ്ഞിട്ട് ഒരു അലാറം വരും. അയ്യോ അപ്പം തന്നെ കൂടാൻ. അപ്പോൾ എന്താണ് 4 പീസ് വിങ്സ്. അപ്പോൾ ഇതാണ് എൻ്റെ ഐറ്റം വരുന്നത്. ബോർഡിങ് സാധനം വെച്ചിട്ട് വെരിഫൈ ഓർഡർ എടുക്കാം. എൻ്റെ OTP വരുന്നത് OTP ഒക്കെ എവിടെ? OTP 3949 1949 അങ്ങനെ ഓർഡർ കൺഫേം ആയിട്ടുണ്ട്. പിക്കപ്പ് കംപ്ലീറ്റ്. ആരോ വിളിക്കണ്ടല്ലോ എന്നോട്. അപ്പം എനിക്കിനി പോകാനുള്ളത് നേരെ ഗേറ്റ് ക്ലോസ് ആണോ? 750 മീറ്റർ ഇവിടുന്ന് ഗേറ്റ് ക്ലോസ് ആണെന്ന് തോന്നുന്നു. പടമൊക്കെ വെയിലത്ത് നിൽക്കേണ്ടി വരുമല്ലോ. പട്ടിപ്പോസ്റ്റ്. അയ്യോ, ഇവിടെ വെയിലത്തൊക്കെ വെറുതെ നിൽക്കാൻ പറഞ്ഞാലും എൻ്റെ അമ്പോ എനിക്ക് ആലോചിച്ചുകൂടെ വന്നു. ഒരു കത്താവയിലോ. ഓക്കെ, അപ്പം എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി പോവാം. അല്ലേ, ഇതേപോലെ സൈലൻസറും കാര്യങ്ങളൊക്കെ കേരളത്തിലുണ്ടെങ്കിൽ അപ്പോൾ MVD നേരെ പിടിക്കുന്നു പൊക്കുന്നു. സെറ്റ്. അല്ലേ നമ്മളെ കേരളത്തിൽ നിന്നും വളരെ അനുവദിക്കില്ലല്ലോ. ഇങ്ങനെ ഉള്ളിൽ കയറാൻ കഴിയുമല്ലോ. തമിഴാ? ഓക്കെ, അങ്ങനെ എൻ്റെ രണ്ടാമത്തെ ഓർഡറും ഡെലിവറി ചെയ്തു. ഓക്കെ, ഡെലിവറി കംപ്ലീറ്റ്. അപ്പോൾ ഈ ഒരു ഓർഡർ മുകളിൽ എനിക്ക് കിട്ടിയ ടോട്ടൽ ഏണിങ്സ് നോക്കുന്നതാണെങ്കിൽ ടോട്ടൽ ഏണിങ്സ് ഇപ്പോൾ 101 രൂപയായിട്ടുണ്ട്. അതിൽ 45 രൂപയാണ് ഈ ഓർഡർ മുകളിൽ കിട്ടി. ഈ ഓർഡറിന് മുകളിൽ ഓടിയിട്ടുള്ള ആകെ 2 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ഈ ഒരു 2 കിലോമീറ്ററിന് വേണ്ടിയിട്ടാണ് എനിക്ക് 45 രൂപ കമ്പനി തന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കിട്ടി നോക്കുകയാണെങ്കിൽ എൻ്റെ മിനിമം ചാർജ് 20ഉം അതേപോലെ തന്നെ ഒരു 25 രൂപ മറ്റേ ബോണസും കാര്യം എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് 45. അപ്പോൾ 2 കിലോമീറ്റർ ഓടി എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അവിടെ നിന്ന് 1 അവിടെ നിന്ന് ഇങ്ങോട്ട് 600 മീറ്റർ എങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനാണെങ്കിൽ 2 കിലോമീറ്റർ ഓടിയാനാണ് സത്യം പറഞ്ഞാൽ എനിക്ക് 45 രൂപ ഇവിടുന്ന് ഇപ്പോൾ ചെന്നൈയിൽ വന്നിട്ട് ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ചെന്നൈയിൽ ഇപ്പോൾ അത്യാവശ്യം ഏണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ ഒരു സോണിൽ കുറവാണെങ്കിലും അതായത് മഹീന്ദ്ര സിറ്റിയിൽ കുറവാണെങ്കിലും ബാക്കിയുള്ള സോണിലൊക്കെ അത്യാവശ്യം ഏണിങ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഈ ഒരു സോണിൽ ഏണിങ്സ് കുറയുള്ള പ്രധാന കാരണം എനിക്ക് മനസ്സിലായിട്ടുള്ളൂ, ഇവിടെ ഫുള്ള് ചെറിയ ഓർഡറാണ് ഉണ്ടാവില്ല. അതായത് 20, 25 അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ മാത്രം നമുക്ക് 60ൻ്റെ മുകളിലൊക്കെ ഏണിങ്സ് വരാറുള്ളൂ ഓർഡർ മുകളിൽ. കാരണം ഇവിടെ എല്ലാ കാര്യങ്ങളും അടുത്തടുത്തുണ്ട്. ഒരു ചെറിയൊരു ഭാഗം മാത്രം ഫുള്ള് ഡെവലപ്പ് ആയി നിൽക്കുന്നു. ബാക്കിയുള്ള കാര്യം ഫുള്ള് ഒരു പട്ടിക്കാടല്ല, ഫുള്ള് തരിശുഭൂമി പോലെ ആയിരിക്കും. ഒരു സാധനം ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു മഹേന്ദ്ര സിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗം മാത്രമേ നമുക്ക് ഇങ്ങനെ ഉണ്ടാവുള്ളൂ. അതായത് ഒരുപാട് റെസ്റ്റോറൻറ്റ്സ്, അപ്പാർട്ട്മെൻറ്റ്സ് അങ്ങനെ. അപ്പോൾ അതിനുണ്ടാക്കിയൂടെ ഏണിങ്സ് ഇങ്ങനെ ചെറിയ ഓർഡർ കിട്ടിയിട്ട് കുറവെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ സമയം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നോക്കട്ടെ, സമയം 1:40. 3 മണി വരെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഓർഡറും കൂടെ എടുക്കാം. നൈസിൽ അങ്ങോട്ട് എവിടെയും പോയി നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ 3ാമത്തെ ഓർഡറും ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഈ 3 ഓർഡറിൽ നോക്കുന്നുണ്ട്. എൻ്റെ അവസാനത്തെ 2 ഓർഡർ
അവസാനത്തെ 2 ഒരെണ്ണം കിട്ടിയത് 45 രൂപ വെച്ചിട്ടാണ് കിട്ടിയത്. 45 രൂപ കിട്ടി. ഞാൻ ആകെ ഓടിയത് 2 കിലോമീറ്റർ മാത്രമാണ് ഓടിയത്. കാണിച്ചു തരാം. 2 കിലോമീറ്റർ അടുത്തുണ്ടാവുള്ളൂ. 1.2 കിലോമീറ്റർ 1.2 കിലോമീറ്റർ ഓടിയാണെങ്കിൽ 45 രൂപ കിട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ അടുത്ത ഓട്ടം നോക്കുന്ന സമയത്ത് നെറ്റ് അടുത്ത ഓർഡർ നോക്കുന്ന സമയത്ത് 2 കിലോമീറ്റർ ഓടിയാണെങ്കിൽ 45 രൂപ കിട്ടി. അപ്പോൾ ആദ്യത്തെ ഓർഡറിന് എനിക്ക് 1.2 കിലോമീറ്റർ 45 രൂപ, രണ്ടാമത്തെ ഓർഡർ 2 കിലോമീറ്റർ ഓടിയാണ് 45 രൂപ. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വേറൊരു ഓർഡർ നോക്കാം. ഫസ്റ്റ് ഓർഡർ ഇട്ട് എനിക്ക് 56 രൂപയാണ് കിട്ടിയത്. 56 രൂപ കിട്ടാനെങ്കിൽ 5.6 കിലോമീറ്റർ ഓടേണ്ടി വന്നു. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു നോക്കുന്ന സമയത്ത് ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ബോണസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്. അതായത് എക്സ്ട്രാ സർജ് ബോണസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്. അതിനോണ്ട് മാത്രമാണെങ്കിൽ ഓർഡർ അടിഞ്ഞിട്ടുണ്ട്. ഓർഡർ എടുക്കണോ വേണ്ടിയോ? ലാസ്റ്റ് മൈൽ 3 കിലോമീറ്റർ എടുത്താൽ നഷ്ടമൊന്നുമില്ല. വേണ്ട, ഷിഫ്റ്റ് ക്യാൻസൽ ചെയ്തിട്ട് പോവാം. ഒന്നാമത് എനിക്ക് നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. ഷിഫ്റ്റ് ക്യാൻസൽ കരോ, എന്നിട്ട് ഓർഡർ റിജക്റ്റ് കരോ. ഐ വാണ്ട് ടു റിജക്റ്റ് ദിസ് ഓർഡർ. ഓർഡർ വേണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ, കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്യാം കേട്ടോ. പക്ഷെ ഇങ്ങനെ റിജക്റ്റ് ചെയ്താൽ കുഴപ്പമുണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് 1 മണിക്കൂർ നേരത്തേക്ക് പിന്നെ ലോഗിൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അച്ഛൻ കാണിച്ചറിയുന്നത് നഷ്ടമൊന്നുമില്ലായിരുന്നു, കൊടുക്കായിരുന്നു. ഇനിയിപ്പോൾ എനിക്ക് 2:26 എനിക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഡ്യൂട്ടി സ്റ്റോർട്ട് ടിൽ 2:26 PM യു ഹാവ് റിജക്റ്റ് ആൻ ഓർഡർ ഡ്യൂ ടു ബൈക്ക് ആൻഡ് മൊബൈൽ ഇഷ്യൂ. അപ്പോൾ ഇനി എനിക്ക് ഈ ഓർഡർ റിജക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ 2:30 ശേഷം എനിക്ക് ഓർഡർ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. തീരെ വയ്യ, വെയിൽ കൊണ്ടുകൊണ്ട് തീരെ വയ്യ. എങ്ങനെ സെറ്റായി പറഞ്ഞു, ഒന്ന് ഓർഡർ എടുത്തെടുത്ത് സെറ്റായി പറഞ്ഞു, തീരെ വയ്യ, അത്ര സീനായിരിക്കുന്നു. അപ്പോൾ വീഡിയോ വെച്ച് നിർത്തുകയാണ്. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ സ്വിഗ്ഗിയിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്ത് താല്പര്യം ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യുന്ന ഡീറ്റെയിൽസും കാര്യം ഫുള്ള് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.